നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വൃന്ദാവനം വീട്ടിൽ കയറി എല്ലാത്തിനെയും വെട്ടിക്കീറി ഇട്ടിട്ട് പോവാൻ ഞാൻ തീറ്റി പോറ്റുന്നുണ്ട് കുറെ എണ്ണത്തിന്. എന്റെ ഒരു വാക്ക് മതി. ആ സന്ധ്യയും ഞാനും തമ്മിലുള്ളതിനൊക്കെ നീ സാക്ഷിയായിരുന്നു എന്നല്ലേ പറഞ്ഞ? നീ കണ്ടല്ലോ. ഒരു കുറ്റബോധവും ഇല്ലാതെ ആ മരണക്കയത്തിലേക്ക് ഞാൻ അവളെ തള്ളിയിട്ടത്. അതുകൊണ്ടേ ആതിരയും എന്റെ കൈകൊണ്ട് തീരേണ്ട അവസ്ഥ നീയായിട്ടുണ്ടാക്കരുത്. രക്ഷപ്പെടുത്താൻ ചിലപ്പോ നിന്നെ കൊണ്ടായില്ലെന്ന് വരും. ആ അപ്പോ 3-ാം ദിവസം വിവാഹത്തിന് വരണം, മുടക്കേണ്ട ആളിനെയും കൊണ്ട്. ഇപ്പോ സന്തോഷായില്ലേ തനിക്ക്? ഇതിന് സന്തോഷം എന്നല്ല പറയേണ്ടത്, അത്ഭുതമെന്നാ. എന്തെല്ലാം പ്രശ്നങ്ങൾക്കൊടുവില ഇപ്പൊ ഇത് നടന്നത്. ഇനി എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് എങ്ങനെ അറിയും? ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടായാലും ബാക്കി ഞാൻ നോക്കിക്കോളാം. ഒരു കാര്യം ചോദിച്ചാ താൻ സത്യം പറയോ? നോണ പറയാതിരിക്കാൻ. ഇത്രയൊക്കെ നടന്നിട്ടും ഞാൻ അച്ഛനോട് ഇത് തുറന്നു പറയാത്തതിൽ എപ്പോഴെങ്കിലും തനിക്കെന്നോട് ദേഷ്യം തോന്നിയിട്ടുണ്ടോ? താൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് നട്ടലില്ലാത്ത ഒരുത്തരെയാണ് താൻ സ്നേഹിച്ചതെന്ന്. അയ്യോ, അത് അപ്പോഴുള്ള ദേഷ്യത്തിൽ പറഞ്ഞതാ. പിന്നെ ഓരോരുത്തർക്കും ഓരോരോ സാഹചര്യങ്ങളല്ലേ. എല്ലാവരും കുറ്റം പറഞ്ഞിട്ടും എനിക്ക് തന്നോട് ദേഷ്യമൊന്നും തോന്നിയില്ല എന്നുള്ളതാ സത്യം. എനിക്ക് എന്റെ ചേച്ചി അത്രയ്ക്ക് വിശ്വാസം, അതുകൊണ്ട് മറ്റൊന്നും ഞാൻ കണക്കിലെടുത്തില്ല. സത്യം, ഏട്ടത്തിന്റെ ഒരു വാക്കാ എല്ലാത്തിനെയും മാറ്റിമറിച്ചത്. സന്ദീപിന്റെ മുൻപത്തെ വിവാഹം മുടങ്ങിയത് ചേച്ചി കാരണമാണെന്ന് സന്ദീപ് വിശ്വസിക്കുന്നുണ്ടോ? അതിപ്പോ അനക്ക ബോധം കെട്ട് വീടുന്നുണ്ടല്ലോ അത് മുടങ്ങിയത്. ആ, എങ്ങനെ ബോധം കെട്ടുമെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അച്ചു ചേച്ചി വിവാഹം മുടക്കുമെന്ന് ഉറപ്പ് പറയുകയും ചെയ്തു. വെട്ടിയിട്ട വാഴ പോലെ അനക്ക വീഴുകയും ചെയ്തു. അനക്കയോട് ചേച്ചി എന്തെങ്കിലും കടുപ്പിച്ചു പറഞ്ഞിട്ടുണ്ടാവോ ആവോ? എന്റെ ചേച്ചി സന്ദീപിനെ അറിയാത്തതുകൊണ്ടാ. വാശി പിടിച്ച പിന്നെ ആര് പറഞ്ഞാലും കേക്കില്ല. എന്തായാലും ആ വാശി നമുക്ക് അനുഗ്രഹമല്ലോ, അത് മതി. പിന്നെ ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാ. പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും പറഞ്ഞെന്നേ ഉള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ഒരു അത്ഭുതമായിട്ടാ എനിക്ക് തോന്നുന്നത്. ഈ വിവാഹം നടന്ന പോലെ ഒരു ദിവസം നമ്മൾ ഒരുമിച്ച് ജീവിക്കാനും തുടങ്ങും. അതെ, എല്ലാവരും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിച്ചോണം നമുക്ക് ജീവിച്ചു തുടങ്ങാം. എന്തൊക്കെ പറഞ്ഞാലും സന്ദീപിനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് എനിക്ക്. ഇന്നലെ വരെ തോന്നാത്തൊരു മിസ്സിങ്. ഞാൻ കരുതി എനിക്ക് മാത്രമേ തോന്നിയുള്ളൂ. അതെന്താ അങ്ങനെ തോന്നിയത്? എനിക്കെപ്പോഴും മിസ് ചെയ്യാറുണ്ട്, പറയുന്നില്ലെന്നേ ഉള്ളൂ. എത്രയും വേഗം എല്ലാവരും കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക. അതുടനെ ചെയ്യാം. വിവാഹം കഴിഞ്ഞിട്ട് രണ്ടിടത്ത് താമസിക്കുന്നത് വല്ലാത്തൊരവസ്ഥയാ. അതും ഒന്ന് കാണാൻ പോലും പറ്റാതെ. കാണുന്ന നിർബന്ധമാണെങ്കിൽ വീഡിയോ കോളിൽ വിളിക്കാം. അതെ, അമ്മ വിളിക്കുന്നു. ഞാൻ പോയിട്ട് വന്നിട്ട് വിളിക്കാവേ. ഇപ്പൊ പോകണ്ടെന്നേ, കുറച്ചുകൂടെ കഴിയട്ടെ. അതെ, നമ്മൾ കുറച്ചു പേരുടെ ഇടയിലാ ഭാര്യയും ഭർത്താവും. എന്റെ വീട്ടിൽ ഞാനിപ്പോഴും പൂരം നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടിയാ. അതുകൊണ്ട് എന്റെ മോൻ അവിടെ ഇരിക്കും. ഞാൻ പോയിട്ട് വേഗം വരാം കേട്ടോ. ശരി, ആയിക്കോട്ടെ.
സമയം 9:30 ആയോ? ആയി. എന്താ സച്ചേട്ടാ? അല്ല, താൻ ടെൻഷൻ അടിച്ച് നിൽക്കുന്നോണ്ട് ചോദിച്ചതാ. 9:30 to 10 ആണല്ലോ ഇയാളുടെ ടെൻഷൻ സമയം. ആ, ഇന്നത്തെ ടെൻഷൻ എന്താണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ 10 മണിക്ക് മുമ്പേ നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കായിരുന്നു. സച്ചേട്ടന്റെ മനസ്സുകൂടി വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയാ ഞാനത് പറയാതിരുന്നേ. ഇതിന്റെ ഉള്ളടക്കത്തിൽ ഒരു ശുഭമുഹൂർത്തം കുറിച്ചിട്ടുണ്ട് ജോത്സി. സന്ദീപ് അനഘയുടെ കഴുത്തിൽ താലി കെട്ടാനുള്ള ശുഭമുഹൂർത്തം. ഇനിയുള്ള 3-ാം ദിവസം ഈ കർമ്മം നടക്കും. അവധിയുടെ വീണ്ടും ഇത്ര പെട്ടെന്ന് ഈ വിവാഹമായിട്ട് വരുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല. ഇനി എന്താ ചെയ്യേണ്ടെന്നൊരു എത്തും പിടിയില്ലല്ലോ എൻ്റെ ഈശ്വര. ഇത് ടെൻഷൻ അടിക്കേണ്ട വിഷയം തന്നെയാണ്. അന്നത്തെ പോലെ ഒരു അത്ഭുതം നടക്കുമെന്ന് ഇനിയും പ്രതീക്ഷിക്കുന്നത് മണ്ടത്തരമായിരിക്കും. സന്ദീപിന്റെ ആതിരയുടെയും വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് വരുന്ന പോലെ വരട്ടെ എന്ന് നിസ്സാരമായിട്ട് കാണാനും പറ്റില്ല. ഈ ഏട്ടത്തിക്ക് എന്താ ഇത് എത്ര പറഞ്ഞിട്ട് മനസ്സിലാവാത്തെ? വല്ലാത്തൊരു വാശി തന്നെയാണ്. ആരോടാ സച്ചേട്ടാ? എന്തിനോടാ എടുത്തേക്ക് വാശി? സത്യങ്ങളെല്ലാം കണ്ണീരിലുണ്ടായിട്ടും അതിന് നേരെ തെളിഞ്ഞു നിൽക്കുന്നതിനെ വാശി നിലനിൽക്കേണ്ടത് അഹങ്കാരം. താൻ വിചാരിച്ച എന്ത് നടക്കുമെന്നുള്ള അഹങ്കാരം. നിനക്ക് ഏട്ടത്തിന്റെ സ്വഭാവം നല്ലപോലെ അറിയാലോ അർച്ചന. അറിയാം, നല്ലപോലെ അറിയാം. അനഘയെ സന്ദീപിനെ കൊണ്ട് കെട്ടിക്കാൻ ഏട്ടത്തി വല്ലാതെ ആഗ്രഹിച്ചതാ. അതുകൊണ്ട് അത് നടത്താൻ പറ്റുന്ന എല്ലാം ചെയ്യുകയും ചെയ്യും. ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ എങ്ങനെ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റുമെന്നാ നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത്. എന്തിനാ സച്ചേട്ടാ ഇപ്പോഴും നിങ്ങൾ എല്ലാവരുടെയും സന്തോഷം നോക്കിയിരിക്കുന്നത്? എന്തിനാ നമ്മൾ ഇപ്പോഴും ഒളിപ്പോര് നടത്തി ഒളിയമ്പുകളെ ആശ്രയിക്കുന്നത്? ഇനിയും നുണക്കഥകൾ പറഞ്ഞ് എല്ലാവരെയും കബളിപ്പിച്ച് എത്ര നാൾ കൂടി ഇങ്ങനെ തീരെന്ന് ജീവിക്കേണ്ടി വരും? അപ്രതീക്ഷിതമായിട്ടാ എടുത്ത് ഓരോന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിഹാരം കാണാൻ നമുക്ക് സമയം കിട്ടാറുമില്ല. അർച്ചന, ബാക്കിയെല്ലാം താൻ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് ഇതിനെങ്ങനെ നമ്മൾ തരണം ചെയ്യുന്ന ആലോചിക്കുക. മുൻപ് ഈ വിവാഹം മുടക്കണമെന്ന് ഞാൻ കരുതിയപ്പോഴും ഞാൻ മുഴുവനായി ആശ്രയിച്ചിരുന്നത് ഈശ്വരനെ. ഇപ്പോഴും ഞാൻ അതേ തന്നെ ഉറച്ചു നിൽക്കുന്നു. നമുക്ക് ഈശ്വരൻ ഒരു വഴി കാണിച്ചു തരും. താൻ എന്തൊക്കെയാ പറയുന്നേ? ഇത്രയും ക്രൂഷ്യൽ സിറ്റുവേഷനിൽ താൻ ഇങ്ങനെയാണോ പറയുന്നേ? നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്തില്ലേ ഇത് വലിയ വിഷമത്തിലേക്ക് നമ്മളെ വലിച്ചുകൊണ്ട് നിന്നും. സച്ചേട്ടൻ ധൈര്യമായിരിക്കെ. നമുക്ക് സാധ്യതകൾക്കപ്പുറത്ത് അപ്രതീക്ഷിതമായിട്ട് ചിലത് സംഭവിക്കുമ്പോൾ നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ഈശ്വരൻ ചില അത്ഭുതങ്ങൾ കാണിക്കും. അതുപോലൊരു അത്ഭുതം ഇവിടെ നടക്കണം. പറ്റും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.